ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് അട ബൈ പാർവതി. ഇതാണ് എൻ്റെ വാൾഡ്രോബിലെ ഫാബ്രിക് കളക്ഷൻസ്. ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പം കുറേ എനിക്കിഷ്ടപ്പെടുന്ന കുറേ കട്ട് പീസുകളൊക്കെ ഞാൻ കൊണ്ടുവരും. അത് ചിലപ്പോൾ നൈറ്റി ബിറ്റ് ആയിരിക്കാം, അല്ല നോർമൽ കുർത്തയ്ക്കൊക്കെ ഉള്ള മെറ്റീരിയലൊക്കെ ആയിരിക്കും ഞാൻ എടുത്തുകൊണ്ട് വരിക. അപ്പോൾ എൻ്റെ കയ്യിലെ തുണിയുടെ ഇത് അറിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്, എൻ്റെ നെയ്ബർ ഉത്തരാഖണ്ഡുകാരിയാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു എനിക്കൊരു ഫ്രോക്ക് നൈറ്റി തയ്ച്ചു തരണം. അവരുടെ അവിടെ ഒന്നും ഫ്രോക്ക് നൈറ്റി ഇല്ല, കേരള സ്റ്റൈൽ ഫ്രോക്ക് നൈറ്റി തയ്ച്ചു തരണം എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, തയ്ച്ചു തരാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് പുള്ളിക്കാരത്തി നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് തയ്ച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, തയ്ച്ചു തരാം. പക്ഷേ അതിന് പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഫ്ലെയർ ഒന്നും പാടില്ല, പിന്നെ ഫ്രില്ലൊക്കെ ഇടുമ്പോൾ അത്ര അധികമായിട്ട് വേണ്ട എന്ന് പറഞ്ഞത് കാരണം ഞാനത് ഫാസ്റ്റായിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. രാത്രി കാഞ്ചി ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ തയ്ക്കാനിരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ കാഞ്ചി എന്നെ തയ്ക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഒരു കാരണവശാലും കറണ്ടൊന്നും പോലെ, ഇവിടെ കറണ്ട് ഇങ്ങനെ അടിക്കടിക്ക് പോകുന്ന കാരണം നമുക്ക് വേഗം തയ്ച്ചു തീർക്കാനും പറ്റത്തില്ല. അങ്ങനെ സമയം 12:30 രാത്രിയിൽ. അപ്പോൾ ഞാൻ തയ്ച്ചു. ഇതാണ് ഫൈനൽ ലുക്ക്. പഫ് സ്ലീവാണ്. സ്ലീവിൽ ഞാൻ എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ അധികം ഫ്ലെയർ ഒന്നുമില്ല. എൻ്റെ അതേ കറക്റ്റ് എൻ്റെ അതേ അളവാണ് പുള്ളിക്കാരത്തേക്കും. കണ്ടോ, ഫ്രില്ലൊക്കെ കുറച്ച് കുഞ്ഞി ഫ്രില്ലൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞ കണക്ക് തന്നെ ഞാൻ തയ്ച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ ബൈ.